يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഒതുക്കേൽപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി കുല്ലമാ അദാഅ ലഹും മശൗ, അവിടെ രണ്ട് ദീർഘങ്ങളുണ്ട്. അൽ മദ്ദുൽ മുൻഫസിൽ കുല്ലമാ അദാഅ, അതിനുശേഷം അൽ മദ്ദുൽ മുത്തസിൽ. ഇരു ദീർഘങ്ങളും 4-5 ഖദർ നീട്ടേണ്ടതാണ്. ലഹും മശൗ, അവിടെ മണിക്കേണ്ടതാണ്. സുക്കൂനുൽ മീമിന് ശേഷം മീമ് വന്നു. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നാണ് പറയാറുള്ളത്. വഇദാ അദ്ലമ അലൈഹിം, അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഖാമു എന്ന വാക്കിൽ നിർത്താവുന്നതാണ്. അഥവാ മശൗ ഫീഹി എന്ന വാക്കുകൾ പാരായണം ചെയ്തുകൊണ്ട് നിർത്താൻ പാടില്ല, നിർത്തരുത് എന്ന് തജ്വീദ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, വഖഫ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഖാമു എന്ന വാക്കിൽ നിർത്താവുന്നതാണ്. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമു ولو شاء الله لذهب بسمعهم وأبصارهم ولو شاء الله. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ ദീർഘത്തെക്കുറിച്ച് പറയാറുള്ളത്. 4-5 ഖദർ നീട്ടേണ്ടതാണ്. വ അബ്സാരിഹിം എന്ന വാക്കിൽ നിർത്താം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ വാചകത്തിൽ 2 സ്ഥലത്ത് നാം മണിക്കേണ്ടതുണ്ട്. ഇന്ന നൂന് മേലെ ശദ്ദ് വന്നു, 2 ഖദർ മണിക്കേണ്ടതാണ്. ഷൈഇൻ ഖദീർ, തെൻവീന് ശേഷം ഖാഫ് വന്നു, ഇഖ്ഫാ ഹഖീഖിയാണ്, 2 ഖദർ മണിക്കേണ്ടതാണ്. തെൻവീന് ശബ്ദം അവ്യക്തമാക്കിക്കൊണ്ട്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത്, അതിലെ വാക്കാർത്ഥങ്ങൾ: യകാദു ആകാറാകുന്നു, അൽ ബർഖ് മിന്നൽ, യഖ്തഫു റാഞ്ചിയെടുക്കുക, അബ്സ്വാറഹും അവരുടെ കാഴ്ചകളെ, കുല്ലമ അളാഅ അത് വെളിച്ചം നൽകുമ്പോഴെല്ലാം, ലഹും അവർക്ക്, മശൗ അവർ നടക്കും, ഫീഹി അതിൽ, വഇദാ അളുലമ അത് ഇരുട്ടാക്കിയാൽ, അലൈഹിം അവർക്ക്, ഖാമു അവർ നിൽക്കും, വലൗ ശാഅ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അല്ലാഹു ലദഹബ പോകുക തന്നെ ചെയ്യുമായിരുന്നു, ബിസംഇഹിം അവരുടെ കേൾവിയെ കൊണ്ട്,
വഅബ്സ്വാരിഹിം അവരുടെ കാഴ്ചകളെയും ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാണ്. അപ്പോൾ ഇതാണ് ഈ 20-ാമത്തെ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ. അത് ചേർത്തുകൊണ്ട് അതിന്റെ പൂർണ്ണമായ അർത്ഥം, മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതായത് മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും, ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോകുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് അതിന്റെ ഈ സൂറത്തുൽ ബഖറയുടെ 20-ാമത്തെ ആയത്തിന്റെ അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച സന്മാർഗവും ജ്ഞാനവും ഒരു മഴയുടെ പോലെയാണ് എന്ന്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാടുകൾ ഈ കപടവിശ്വാസികളുടെ മേൽ മഴ പോലെ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അള്ളാഹുവിൽ നിന്നുള്ള ആ ദിവ്യ വെളിപാടുകൾ അത് ആത്മാവുകൾക്കും ഹൃദയങ്ങൾക്കും ജീവൻ നൽകുന്നതാണ് എങ്കിലും ആ കപടവിശ്വാസികൾക്ക് അത് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. ഈ കപടന്മാർക്ക് അത് കേൾക്കാൻ കഴിയുന്നത് താക്കീതുകളുടെയും ഭീഷണിയുടെയും ഇടിമുഴക്കങ്ങൾ മാത്രമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെ കാർമേഘത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് അന്ധകാരവും ഇടിനാദവും ഇടിമിന്നലുമല്ലാതെ അതിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. അതുപോലെയാണ് കപടവിശ്വാസികളുടെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. ആ മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും, ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോകുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിസ്സംശയം അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു എന്നത് അർത്ഥമാക്കുന്നത് ഖുർആനിന്റെ പ്രകാശം അതിന്റെ ശോഭയുടെ തീഷ്ണത കാരണം അവരുടെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞു എന്നാണ്. ഇടിമിന്നലിൽ കാണുന്ന പ്രകാശത്തിന്റെ തീവ്രത അത് നോക്കുന്നവന്റെ കാഴ്ചയെ പിടിച്ചെടുക്കുന്നത് പോലെ കാഴ്ച ശക്തമല്ലാത്ത, കാഴ്ച ദുർബലമായ കപടവിശ്വാസികളുടെ കാഴ്ച പിടിച്ചെടുക്കുന്നതാണ് എന്നാണ് ഇതിന്റെ താല്പര്യം. അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും കണ്ണുകൾ അത് ദുർബലമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ കാണുവാൻ വേണ്ടി ആ കപടവിശ്വാസികൾക്കും അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്കും അത് സാധിക്കാതെ വരുന്നത് എന്ന് കൃത്യമായി കൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അന്ധനായി കഴിയുന്ന ഒരാളെ പോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിലെ 19-ാമത്തെ ആയത്തിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ പ്രസക്തമാണ് ഈ വിഷയം. സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല എന്നാണ്. ഈ ആയത്തുകളെല്ലാം തെളിവ് പിടിച്ചുകൊണ്ടാണ് തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹുവിന്റെ ആയത്തുകൾ കാണാൻ സാധിക്കാതെ മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുത്ത അവസ്ഥയിലാണ് കപടവിശ്വാസികളെന്ന്. സഹോദരങ്ങളെ, ഇനി അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകുകയും ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യുമെന്ന ഉപമ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കപടവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ആ കപടവിശ്വാസികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും കൽപ്പനകൾ ഒത്തുപോകുന്നു എങ്കിൽ അവർ ആ കൽപ്പനകൾ സ്വീകരിക്കും. അതാണ് അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകുമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെങ്കിലോ, ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ് അവർക്ക് നേരിടാനുള്ളത് എങ്കിൽ അവർ എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട്, ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനയിൽ നിന്ന് അവർ തടി തപ്പുന്ന സ്വഭാവമായിരിക്കും ഈ കപടവിശ്വാസികൾക്കുണ്ടാവുക. അതാണ് ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യുമെന്ന് കപടവിശ്വാസികളെ കുറിച്ചുള്ള ഈ ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥമാക്കുന്നത്.
ഈ സ്വഭാവം സഹോദരങ്ങളെ, ഈ സ്വഭാവം ചില ആളുകളിൽ പ്രകടമാണ് എന്ന വസ്തുത അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അതിൽ അവൻ സമാധാനം അടഞ്ഞുകൊള്ളും. അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നതാണ്. ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു. അതുതന്നെയാണ് വ്യക്തമായ നഷ്ടമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കൽപ്പനകൾ അത് മുഴുവൻ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും, ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യുമെന്ന അവസ്ഥ അത് പരലോകത്തും കപടവിശ്വാസികൾ നേരിടാൻ പോകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ കഴിയും. പരിസരമാകെ വെളിച്ചമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ അന്ധകാരങ്ങളിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു എന്ന് ഇതേ അധ്യായത്തിലെ സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയവും ചേർത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇത് നരകത്തിന് കുറുകെയുള്ള സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന സമയത്താണ് കപടവിശ്വാസികൾക്ക് ഈ അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാണ്. അവിടെ നിന്നാണ് അവർ നരകത്തിലേക്ക് ആപതിക്കുക എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. കപടവിശ്വാസികൾ സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ വിഷയം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ ഭാഗത്തേക്ക് എന്റെ സംസാരത്തെ കൊണ്ടുപോകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രസ്താവനയെക്കുറിച്ച് സഹോദരങ്ങളെ ഗൗരവമായ ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മഹത്തരമായ ഒരു നാമമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്, അൽ ഖദീർ എന്ന അള്ളാഹുവിന്റെ നാമം. പരിശുദ്ധ ഖുർആനിൽ അൽ ഖദീർ എന്ന അള്ളാഹുവിന്റെ നാമം 45 തവണ വന്നിട്ടുണ്ട്. എങ്ങനെ, എത്ര തവണ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ അൽ ഖദീർ എന്ന അള്ളാഹുവിന്റെ നാമം 45 തവണ വന്നിട്ടുണ്ട്. അബൂ അബ്ദുള്ള അൽ ഹലീമി റഹിമഹുല്ലാ, ആരാണ് അബൂ അബ്ദുള്ള അൽ ഹലീമി റഹിമഹുല്ലാ? അദ്ദേഹം ഹിജ്റ 403 മരണപ്പെട്ട ശാഫിഈ മദ്ഹബിലെ വളരെ വലിയ പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അൽ മിൻഹാജു ഫി ശുഅബിൽ ഈമാൻ. ഈ ഗ്രന്ഥത്തിൽ അബൂ അബ്ദുള്ള അൽ ഹലീമി റഹിമഹുല്ലാ പറയുന്നത്, അൽ ഖദീർ എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, അൽ ഖദീർ സമ്പൂർണമായ കഴിവുള്ളവനാണ്. അവന്റെ കുദ്റത്തിൽ ഒരു നിലക്കും, അതായത് അവന്റെ കഴിവിൽ ഒരു നിലക്കും ദുർബലത കലരുകയില്ല എന്ന് മഹാനായ പണ്ഡിതൻ അബ്ദുല്ല അൽ ഹലീമി റഹിമഹുല്ലാ, അബൂ അബ്ദുല്ല അൽ ഹലീമി റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഷെയ്ഖ് അസ് സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദിയിൽ അള്ളാഹുവിന്റെ അൽ ഖദീർ എന്ന നാമത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൽ ഖദീർ എന്നാൽ ഖുദ്റത്ത് സമ്പൂർണമായവൻ എന്നതാണ്, അതായത് കഴിവ് സമ്പൂർണമായവൻ എന്നതാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് സൃഷ്ടി ലോകത്തിന് അവൻ ഉണ്മ പകർന്നത്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് സൃഷ്ടി ലോകത്തെ അവൻ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് സൃഷ്ടി ലോകത്തെ അവൻ ശരിപ്പെടുത്തുകയും ഭദ്രമാക്കുകയും ചെയ്തത്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അടിമകളുടെ അടിയാറുകളെ പ്രതിഫലത്തിനായി ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സുഹൃതം ചെയ്തവന് അവൻ ചെയ്ത സുഹൃതത്തിന് അനുസരിച്ചുകൊണ്ടും തെറ്റു ചെയ്തവന് തെറ്റിനനുസരിച്ചുകൊണ്ടും പ്രതിഫലം നൽകുന്നവനാണ് ആ അള്ളാഹു. അവന്റെ ഖുദ്റത്ത് കൊണ്ടാണ് അത് നൽകുന്നത്. വല്ലതും ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുണ്ടാകും. അങ്ങനെയുള്ളവനാണ് അൽ ഖദീർ. അവന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതിനനുസരിച്ച് ഹൃദയങ്ങളെ അവൻ മാറ്റിമറിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഈ നാമത്തെക്കുറിച്ച് കൊണ്ട് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ അൽ ഖദീർ എന്ന നാമം 45 തവണ വന്നിട്ടുള്ള ഈ നാമം നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ ഇതിന്റെ ഈ ആശയം നമ്മൾ പൂർണ്ണമായ നിലക്ക് തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സഹോദരങ്ങളെ ആ വിഷയം ഗൗരവമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുമ്പ് സൂചിപ്പിച്ചതുപോലെ
അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിറാത്ത് പാലവും കപടവിശ്വാസികളുടെ അവസ്ഥയും ഈ ആയത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ആയത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.